നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നിഷ്ക മൊമെന്റസ് ജ്വല്ലറിയുടെ അക്ഷയ തൃതീയ ക്യാമ്പയിൻ സമാപിച്ചു. വിജയികൾക്ക് 2 കിലോ സ്വർണമാണ് കൈമാറിയത്. രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന സ്വർണമാണ് അക്ഷയ തൃതീയയോടനുബന്ധിച്ച് നിഷ്ക ജ്വല്ലറി നടത്തിയ ക്യാമ്പയിൻ വിജയികൾക്ക് സമ്മാനമായി നൽകിയത്. കരാമ സെന്ററിലെ നിഷ്ക ജ്വല്ലറിയുടെ ഷോറൂമിൽ നടന്ന പരിപാടിയിൽ നിഷ്ക ചെയർമാൻ നിഷിൻ തസ്ലിനാണ് സമ്മാനങ്ങൾ കൈമാറിയത്. നമ്മൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗം ഏകദേശം 45 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനായിരുന്നു. അക്ഷയ തൃതീയ പ്രമാണിച്ചായിരുന്നു നമ്മൾ ഈ ക്യാമ്പയിന് കണ്ടക്ട് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 3 ഷോറൂമിൽ, കറാമ സ്റ്റോറിലും അതേപോലെ തന്നെ ലുലു അൽബർഷ സ്റ്റോറിലും നമ്മൾ മുസഫ സ്റ്റോറിലും ഏകദേശം നമ്മൾ അന്ന് 1 മില്യൻ്റെ ഓഫേഴ്സാണ് നമ്മൾ വെച്ചിരുന്നത്. അതിൽ തന്നെ ഏകദേശം 2 kg ഗോൾഡാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർക്കൊരു ഗോൾഡ് 100 ഗ്രാംസിൻ്റെ ഗോൾഡാണ് നമ്മൾ കൊടുത്തത്. അങ്ങനെ ഈ ഒരു ക്യാമ്പയിൻ വെച്ചിട്ട് നമ്മൾ ഈ ആ സമയത്തിലുണ്ടായിരുന്നത് നല്ലൊരു പ്രതികരണം, നല്ലൊരു വാക്കിൻസാണ് ഉണ്ടായിരുന്നത്. ഒട്ടുമിക്ക ആളുകൾക്കും അതിൻ്റെ ബെനിഫിറ്റ്സും കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മളിനി പ്രത്യേകിച്ച് ഞങ്ങൾ 4ാമത്തെ സ്റ്റോറാണ്. നമ്മൾ 2ാമത്തെ വാർഷികത്തിലാണ് നമ്മളിത് ഇനാഗുറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ വാർഷികാനുബന്ധമായിട്ട് നമ്മൾ പുതിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉപഭോക്താക്കൾ വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് ദുബായിലെ UAE-യിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. കരാമ ഷോറൂമിൽ നിന്നും ഗോകുൽ മുരളി, അൽബർഷ ഷോറൂമിൽ നിന്നും ഹാഷിം ഖാദർ, അബുദാബി ഷോറൂമിൽ നിന്ന് സുജിത് വിജയൻ, അഷ്റഫ്, അലീസ ഫാത്തിമ എന്നിവരാണ് ഗ്രാൻഡ് വിന്നേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓരോ ഗ്രാൻഡ് വിന്നേഴ്സിനും 100 ഗ്രാം സ്വർണം വീതമാണ് സമ്മാനമായി നൽകിയത്. അമ്മയ്ക്ക് സ്വർണം വാങ്ങിയപ്പോൾ ലഭിച്ച ഈ സമ്മാനം ഇരട്ടി മധുരമാണ് തനിക്ക് നൽകിയതെന്ന് സമ്മാന വിജയി പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല. നിഷ്ക എപ്പോഴും ഒരു സ്പെഷ്യലാണ്. കാരണം എൻ്റെ ഫസ്റ്റ് ഗോൾഡ് ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത് നിഷ്കയിൽ നിന്നാണ്. സോ നിഷ്ക ഓൾവേസ് സ്പെഷ്യലാണ്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സിന് എല്ലാവരും നല്ല സർവീസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വളരെയധികം സന്തോഷം. അമ്മയ്ക്ക് വിശ്വസിച്ചില്ല ആദ്യം. ഞാൻ പറ്റിക്കാൻ വേണ്ടി പറയാമെന്ന് വിചാരിച്ച്, പിന്നെ ആൾ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു മനസ്സിലായി. മറ്റുള്ള വിജയികൾക്ക് സമ്മാന കൂപ്പണുകളും പർച്ചേസിനൊപ്പം തന്നെ ഷോറൂമുകളിൽ വിതരണം ചെയ്തിരുന്നു. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ മറക്കാനാകാത്ത ആഘോഷങ്ങളാക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നിഷ്ക ജ്വല്ലറി ഈ വർഷത്തെ അക്ഷയ തൃതീയ ക്യാമ്പയിന് തുടക്കമിട്ടത്. ശക്തമായ പിന്തുണയാണ് ജനങ്ങളിൽ നിന്നും ഈ ക്യാമ്പയിന് ലഭിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ഉൽപ്പന്നങ്ങളുടെ മികച്ച ഡിസൈൻ, മേക്കിംഗ് തുടങ്ങി പ്രൈസിംഗിനും സർവീസിനും വരെ അവലംബിക്കുന്ന സുതാര്യതയാണ് തങ്ങളുടെ വളർച്ചയ്ക്ക് വേഗം കൂട്ടുന്നതെന്നും നിഷ്ക അധികൃതർ വ്യക്തമാക്കി. ട്രെൻഡി ഡിസൈനുകളും ആഭരണങ്ങളിലെ മേക്കിംഗിലെ പുതുമയും ഉറപ്പുവരുത്തുന്ന ഉയർന്ന ഷോപ്പിംഗ് അനുഭവം നിഷ്കയെ ജനങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ടതാക്കുന്ന കാരണങ്ങളാണെന്നും അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ ഷോറൂമുകളിലായി ഉടൻ തന്നെ ജനങ്ങളിലേക്ക് എത്തുമെന്നും മികച്ച ക്യാമ്പയിനുകൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണെന്നും അധികൃതർ അറിയിച്ചു. ലോകത്തിന്റെ വിവിധ കോണുകളിലായി 100ഓളം ഷോറൂമുകൾ എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് തങ്ങൾ നടത്തുന്നതെന്നും നിഷ്ക മൊമെന്റസ് ജ്വല്ലറി അധികൃതർ അറിയിച്ചു. സാഹസിക സഞ്ചാരികളുടെ ഇഷ്ടസ്ഥലമായി മാറിയിരിക്കുകയാണ് ഒമാൻ. ഇനി ഒമാനിലേക്കാണ് യാത്ര. സാഹസിക ടൂറിസത്തിന്റെ ഹോട്ട്സ്പോട്ടായി മാറിയിരിക്കുകയാണ് ഒമാൻ. പ്രകൃതിദത്തവും സാംസ്കാരികവുമായ സവിശേഷതകളാണ് ഒമാനിലേക്ക് സാഹസിക സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. ഒമാനിലെ പർവ്വതനിരകൾ, വൈവിധ്യമാർന്ന ഭൂപ്രകൃതി എന്നിവയാണ് സാഹസിക വിനോദസഞ്ചാരത്തിൽ ഒമാനെ വേറിട്ടതാക്കുന്നത്. കിഴക്കൻ പടിഞ്ഞാറൻ അൽഹജർ പർവ്വതനിരകൾ, ദോഫാർ, മുസന്തം തുടങ്ങിയ പ്രദേശങ്ങളുടെ മനോഹാരിത എന്നിവ വിനോദസഞ്ചാരികളെ ഒമാനിലേക്ക് വലിയ തോതിലാണ് ആകർഷിക്കുന്നത്.
ഒമാന്റെ സാഹസിക ടൂറിസം വികസനം മികച്ച അന്താരാഷ്ട്ര രീതികളിലൂടെയാണ് രൂപപ്പെടുത്തുന്നത്. യാത്രാ സംഘാടകർക്കായി നിലവിൽ ലൈസൻസിംഗ് സംവിധാനമടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാഹസിക കമ്പനികൾക്കായി ഒരു റിസ്ക് സുരക്ഷാ ഓഡിറ്റ് സംവിധാനവും ഒമാൻ വികസിപ്പിച്ചിട്ടുണ്ട്. ആഗോള സാഹസിക കേന്ദ്രം എന്ന നിലയിൽ ഒമാന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിൽ ടൂറിസം ഓഫറുകൾ വൈവിധ്യവൽക്കരിക്കുകയാണ് അധികൃതരുടെ പ്രധാന ലക്ഷ്യം. വർദ്ധിച്ചുവരുന്ന ഈ ആവശ്യം നിറവേറ്റുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും നൽകുന്നതിന് മന്ത്രാലയം ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഒമാന്റെ സാഹസിക ടൂറിസം വികസനം മികച്ച അന്താരാഷ്ട്ര രീതികളിലൂടെയാണ് രൂപപ്പെടുത്തുന്നതെന്നും ഇതിനായി എല്ലാ സാഹസിക പ്രവർത്തനങ്ങൾക്കും നിയമപരവും ശക്തവുമായ സുരക്ഷാ ചട്ടക്കൂട് നിർമ്മിക്കുന്നതിനായി പ്രത്യേക മന്ത്രാലയവും ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിരോധ മന്ത്രാലയവുമായി ഒമാനി ഗൈഡുകളെ പരിശീലിപ്പിക്കുന്നതിനായി റോയൽ ആർമി ഓഫ് ഒമാന്റെ സാഹസിക പരിശീലന കേന്ദ്രവുമായും മന്ത്രാലയം സഹകരിച്ചു വരുന്നുണ്ട്. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുമായി സഹകരിച്ച് പ്രത്യേക പ്രഥമ ശുശ്രൂഷ പർവ്വതരക്ഷാ പരിപാടികളും നടത്തിവരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഇനി കുവൈറ്റിലേക്കാണ് യാത്ര. കുവൈറ്റിലെ അൽ ഷഹീദ് പാർക്കിന്റെ വിശേഷങ്ങളിലേക്ക്. മുകളിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങൾക്ക് താഴെ മനോഹരമായ ഒരു പാർക്കിനെ കുറിച്ച് സങ്കല്പിച്ചു നോക്കൂ. വളരെ മനോഹരമായിരിക്കുമല്ലേ? കുവൈറ്റിലെ അൽ ഷഹീദ് പാർക്ക് ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു മനോഹര നിർമ്മിതിയാണ്. ലോകോത്തര നിലവാരത്തിൽ കുവൈറ്റിന്റെ നഗരഹൃദയത്തിൽ പ്രകൃതിയെ മാറോട് ചേർത്ത് നഗര തിരക്കിന് ഇടയിലൊരു ഹരിതാഭമായ പാർക്കാണ് അൽ ഷഹീദ്. വീരമൃത്യു വരിച്ച കുവൈറ്റ് പൗരന്മാരുടെ ഓർമ്മയ്ക്കായി കൂടി നിർമ്മിച്ച പാർക്ക് 2015 ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്. നിരവധി പ്രത്യേകതകളാണ് ഈ പാർക്കിനുള്ളത്. 300-ലധികം തദ്ദേശീയ വിദേശ വൃക്ഷങ്ങളെയും ചെടികളെയും ഉൾക്കൊള്ളുന്ന പ്രകൃതിദത്ത ഹരിത ലോകമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ബൊട്ടാണിക്കൽ ഗാർഡനാണ് പാർക്കിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. ജോഗിംഗ് ട്രാക്കുകൾ, വാട്ടർ ഫൗണ്ടനുകൾ, വിശ്രമിക്കാനുള്ള ഇടങ്ങൾ, കുവൈറ്റിൽ നിലനിൽക്കുന്ന ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള പ്രദർശനങ്ങൾ, ഡിജിറ്റൽ ഗ്യാലറികൾ, ഇന്ററാക്റ്റീവ് സ്ക്രീനുകൾ, ഓപ്പൺ എയർ ആംഫി തിയേറ്റർ, ശില്പങ്ങൾ തുടങ്ങി നിരവധി ആകർഷണങ്ങളാണ് പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രകൃതി അനുകൂലമാകുന്ന സമയങ്ങളിൽ സ്വദേശികളുടെയും വിദേശികളുടെയും നിരവധി പരിപാടികളും ഇവിടെ അരങ്ങേറാറുണ്ട്. പ്രവേശനം തികച്ചും സൗജന്യമായിട്ടുള്ള പാർക്കിലേക്ക് പ്രവാസി മലയാളികളുടെ അടക്കം വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. വലിയ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പരിസ്ഥിതി സൗഹൃദ ഗ്രീൻ ബിൽഡിംഗ് സാങ്കേതികവിദ്യ, റൂഫ് ഗാർഡൻ, സോളാർ പാനൽ ലൈറ്റിംഗ് സൗകര്യങ്ങൾ എന്നിവയും പാർക്കിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. കഫേകൾ, റെസ്റ്റോറൻറ്റുകൾ, കുട്ടികൾക്കായുള്ള പാർക്ക് മേഖല തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങളും ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെയാണ് പാർക്കിലേക്കുള്ള പ്രവേശന സമയം. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ദൃശ്യ വൈവിധ്യങ്ങൾ ലഭിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് അൽ ഷഹീദ് പാർക്ക്. അതിനാൽ തന്നെ ഇതിനായി സമയം കണ്ടെത്തുന്ന മലയാളികളുടെയും വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട്. പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ വിൻസ്മേരയുടെ രാജ്യാന്തര ഹെഡ്ക്വാർട്ടേഴ്സ് ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു. 24 ന്യൂസിന്റെ
അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് തറവണ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്കാണ് ഇനി. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്നും തുടങ്ങിയ ഒരു ബിസിനസ് ജൈത്രയാത്രയുടെ ഒരു വലിയ വിജയത്തിൻ്റെ ആഘോഷം ദുബായിൽ നടന്നു. ദുബായിൽ വിൻസ്മെര ഗ്രൂപ്പിൻ്റെ ഇൻ്റർനാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഉദ്ഘാടനം. ഈ വേളയിൽ വിൻസ്മെര ടീമിനെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. മലയാളികൾ കണ്ണൂർ ജില്ലയിലെ വടക്കൻ കേരളത്തിലെ ഒരു അതിവികസിതമല്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നും ദുബായിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എത്തിയ ഇവർ ഒരു വലിയ വിജയഗാഥയാണ് രചിച്ചിരിക്കുന്നത്. അതിലേറ്റവും മുതിർന്ന ആളെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുകയാണ്. കൃഷ്ണൻ കാമ്പ്രത്ത്. ഇദ്ദേഹമാണ് ആദ്യമായി പ്രവാസിയായി ഈ കുടുംബത്തിൽ നിന്നും ദുബായിലേക്ക് എത്തുന്നത്. പിന്നീട് മറ്റെല്ലാവരെയും അദ്ദേഹം തന്നെ ദുബായിലേക്ക് കൈപിടിച്ചെത്തിച്ചു എന്നുള്ളതാണ് ആ വിജയഗാഥയുടെ തുടക്കം. മറ്റൊന്ന് ദിനേശ് കാമ്പ്രത്ത്. ദിനേശ് കാമ്പ്രത്താണ് ഇപ്പോൾ വിൻസ്മെര ഗ്രൂപ്പിൻ്റെ ചെയർമാൻ. മറ്റൊന്ന് അനിൽ കാമ്പ്രത്ത്, മനോജ് കാമ്പ്രത്ത്. ഈ കാമ്പ്രത്ത് ബ്രദേഴ്സ് ഒരു റിയൽ ഹീറോസായി മാറുന്നത് അവർ കഠിനാധ്വാനം നടത്തി വലിയ വിജയം നേടി എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ദിനേശ് കാമ്പ്രത്താണ് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. വിൻസ്മെര ഗ്രൂപ്പ് മോഹൻലാലിനെ ബ്രാൻഡ് അംബാസിഡറാക്കി ഒരു വലിയ വിജയഗാഥയുടെ രചന തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് അങ്ങയുടെ മനസ്സിൽ ഇപ്പോൾ? തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണിത്. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി വരികയാണ്. ആ സമയത്താണ് നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണവും ഞങ്ങൾക്ക് ആവശ്യം. 24-ന്റെ എല്ലാ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. ഈ ഘട്ടത്തിലെ ഒരു ചോദ്യം, ആദ്യമായി പ്രവാസിയായി ഇവിടെ എത്തിയ ഒരു ദിനമുണ്ടാവും. ഒരുപക്ഷെ അങ്ങ് തന്നെ മുൻപ് വ്യക്തിപരമായ സംഭാഷണത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കുബൂസും പച്ചവെള്ളവും കഴിച്ച് ദിവസങ്ങൾ എണ്ണി നീക്കി. അവിടെ നിന്നും ആ സഹനത്തിൽ നിന്നാണ് വലിയൊരു വ്യവസായ വിജയത്തിൻ്റെ വിജയഗാഥ രചിച്ചത്. മറ്റൊന്ന്, ഒരു മലയാളി സംരംഭകർ ദുബായിൽ ഇത്രയും വലിയ ഒരു 3 സെഗ്മെൻറ്റിലും, അതായത് സ്വർണ്ണാഭരണ മേഖലയിലെ എല്ലാ സെഗ്മെൻറ്റിലും എത്തി എന്നുള്ളതും അങ്ങടങ്ങുന്ന ഈ ബ്രദേഴ്സിൻ്റെ വിജയഗാഥയാണ്. എങ്ങനെയാണ് അതിനെ ഓർക്കുന്നത്? ആ പഴയ കഷ്ടപ്പാടിൻ്റെ ദിനരാത്രങ്ങളെ ഒന്ന് ഓർത്തെടുക്കാമോ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി? തീർച്ചയായിട്ടും. അതായത് ഞങ്ങളെല്ലാവരും ദുബായിൽ വന്നത് 80കളുടെ കാലഘട്ടങ്ങളിലും അതുപോലെ 90-ൻ്റെ ആദ്യ സമയങ്ങളിലാണ്. ആ സമയങ്ങളിൽ ഞങ്ങളുടെ കേരളത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്ത എങ്ങനെയെങ്കിലും 18 വയസ്സാവുക. 18 വയസ്സ് എന്തിനാണ് 18 വയസ്സാവുന്നത്? എന്നാൽ മാത്രമേ പാസ്പോർട്ട് കിട്ടുള്ളൂ. പാസ്പോർട്ട് കിട്ടുക, ദുബായിൽ വരിക, എന്തെങ്കിലും ജോലി ചെയ്യുക. ഞങ്ങൾ അന്ന് വരുന്ന സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വന്നതാണ്. ആ സമയത്തും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും ഫസ്റ്റ് നിങ്ങൾക്കൊരു വിഷൻ വേണം, സ്വപ്നം കാണാൻ പഠിക്കുക. അബ്ദുൽ കലാം പറഞ്ഞതുപോലെ വലിയ സ്വപ്നങ്ങൾ കാണാം. സ്വപ്നം കാണാൻ വേണ്ടി ഒരു ചെറുകിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണുക, ആ ഒരു വലിയ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നങ്ങളെ എങ്ങനെ യാഥാർത്ഥ്യമാക്കുക, അതിനൊരു മിഷൻ സെറ്റ് ചെയ്യുക, അതനുസരിച്ച് വർക്ക് ചെയ്യുക. അതാണ് ഞങ്ങളുടെ വിജയത്തിലുള്ള ഒരു രഹസ്യം. ആ ഒരു തുടങ്ങിയ ജേണി ഉണ്ടല്ലോ, ആദ്യം ജ്യേഷ്ഠൻ കൃഷ്ണൻ കാമ്പ്രത്ത് എത്തുന്നു, അതിനുശേഷം ഓരോരുത്തരെയായി കൊണ്ടുവരുന്നു. അക്കൗണ്ടൻസിലാണ് അങ്ങ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് മാർക്കറ്റിങ്ങിലേക്ക് മാറുന്നു, പിന്നീട് സംരംഭകനാകുന്നു. ഇപ്പോൾ ഏതാണ്ട് 5000-ഓളം പേർക്ക് ജോലി നൽകുന്ന ഒരു വലിയ സംരംഭകനായി. ആ യാത്രയെക്കുറിച്ച്? ആ യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങളൊരു വളരെ ചെറിയൊരു സ്ഥാപനം തുടങ്ങിയതാണ്. ഞങ്ങളെല്ലാ സഹോദരന്മാരും ഞങ്ങളെല്ലാവരും ഇവിടെ തൊഴിലന്വേഷിച്ച് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തു. അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതം ഈ റൂമിനുള്ളിൽ ഒതുക്കണം. അങ്ങനെ അവിടുന്ന് സെയിൽസിലേക്ക് ഒരു ചാൻസ് കിട്ടി. ഇപ്പോൾ സെയിൽസിൽ വന്നു. അങ്ങനെ സെയിൽസിൽ വന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ആക്ച്വലി വി സ്റ്റാർട്ട് അവർ ജേണി. അതിനുശേഷം ഞങ്ങൾ 4 സഹോദരന്മാരുടെ ഐക്യം, അതാണ് ഏറ്റവും ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള ഞങ്ങളുടെ സക്സസിൻ്റെ മറ്റൊരു മന്ത്ര. ആ ഐക്യമാണ് ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സഹോദരന്മാർ മാത്രമല്ല, ഞങ്ങളുടെ മക്കൾക്ക് പോലും, ഫാമിലീസും മക്കളും എല്ലാവരും അത് ഇന്ന് വരെ ഞങ്ങൾ അതേപോലെ തന്നെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ജീവനുള്ള കാലത്തും വരെ അതുപോലെ തന്നെ സൂക്ഷിക്കുന്നു. ഞാൻ ഇടപെടുകയാണ്, ഐക്യവും കഠിനാധ്വാനമാണ് ഈ വലിയ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ശരിയാവും? തീർച്ചയായിട്ടും അത് തന്നെയാണ് ശരി. അതുകൂടാതെ കണ്ട് ആത്മാർത്ഥത, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവ്, ഇതൊക്കെയുണ്ട് അതിൻ്റെ പിന്നിൽ. ഈ ലാലേട്ടൻ സാധാരണ ഒരു ബ്രാൻഡ് അംബാസിഡർ ആവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതായത് കാശുകാർക്ക് മാത്രം അത് കഴിയുന്നതല്ല, അതിലപ്പുറത്തേക്കുള്ള വിശ്വാസ്യത കൂടി ലാലേട്ടൻ്റെ കാര്യത്തിലുണ്ട്. ലാലേട്ടൻ കൃത്യമായി ക്രെഡൻഷ്യൽ നോക്കും, അവരുടെ എന്താണ് അവർ എന്നുള്ളത് കൃത്യമായി പരിശോധിച്ചിട്ടാണ് ഒരു ബ്രാൻഡ് എൻഡോസ് ചെയ്യുകയും
അപ്പോൾ ലാലേട്ടൻ ഈ ബ്രാൻഡിനെ ഷോൾഡർ ചെയ്യാൻ എടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ തുടക്കമാണ്. അതിനെ എങ്ങനെയാണ് ലാലേട്ടൻ ഈ ഇതിലേക്ക് വരുന്നതിനെ കാണുന്നത്? നിങ്ങൾ ദീപക് പറഞ്ഞതുപോലെ തന്നെ ലാലേട്ടൻ നമ്മുടെ ബ്രാൻഡിനെ എൻഡോഴ്സ് ചെയ്യുക എന്നുള്ളത് അത് തന്നെയായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ആദ്യത്തെ ഏറ്റവും വലിയ കടമ്പ. ഞങ്ങൾ ലാലേട്ടനോട് ഒരാളുടെയും സഹായം ഇല്ലാതെ ഉണ്ട്. നേരിട്ട് ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് ലാലേട്ടൻ ഞങ്ങൾക്കൊരു ബ്രാൻഡ് അംബാസഡറായിട്ട് ലാലേട്ടൻ ഞങ്ങൾ റീറ്റെയിൽ സ്റ്റോറിൽ ലാലേട്ടൻ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞത് കുറച്ച് സമയം തരും, ഞാനൊന്ന് ആലോചിക്കട്ടെ. അതിനുശേഷം മറ്റൊരു പ്രാവശ്യം ലാലേട്ടനെ കണ്ടപ്പോൾ ചോദിച്ചു, ലാലേട്ട ഒരു ഷോപ്പ് പോലും തുറക്കാതെ ഞങ്ങൾക്ക് ലാലേട്ടൻ. അല്ല, ഞാൻ അറിഞ്ഞത് ലാലേട്ടൻ ഒരു നല്ല പഠനം നടത്തിയപ്പോൾ നിങ്ങൾക്ക് A+ മാർക്ക് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷോറൂം പോലും ഇല്ലാതെ ഒരു ബ്രാൻഡിൻ്റെ, അതും പ്രത്യേകിച്ചും സ്വർണ്ണ വ്യാപാര ബ്രാൻഡിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ലാലേട്ടനെ പോലുള്ള ഒരു വലിയ ആൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു വലിയ അംഗീകാരമാണല്ലോ. തീർച്ചയായിട്ടും അത് തന്നെയാണ് വലിയ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരത്തിൽ ഒന്നതാണ്. ലാലേട്ടൻ ഞങ്ങളുടെ മനസ്സിലാക്കി, ഞങ്ങളുടെ പറ്റി എല്ലാം പഠിച്ചു, അതിനുശേഷം ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറായി. അത് തന്നെ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്. ഇനി ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ, ഇൻ്റർനാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സാണ് ആരംഭിച്ചത്. അപ്പോൾ ഇൻ്റർനാഷണലായി തന്നെ ഇനി പ്രവർത്തനം ആരംഭിക്കുന്നു, പ്രവർത്തനം വിപുലീകരിക്കുന്നു. അപ്പം ഏതൊക്കെ രാജ്യങ്ങളിൽ എവിടെയൊക്കെ എന്നുള്ളത് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. ഞങ്ങൾ ഇൻ്റർനാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെ തുടങ്ങി. പക്ഷേ ഞാൻ അതിലൊന്ന് പറയാൻ മറ്റൊന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇൻ്റർനാഷണലി വരുവാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ കാലിക്കറ്റ് തുടങ്ങിയിട്ട് അവിടെ ഞങ്ങളുടെ ഒരു ഷോറൂം ഓൾറെഡി സ്റ്റാർട്ടായി. രണ്ടാമത്തെ ഷോറൂം കൊച്ചിയിൽ വരുന്നുണ്ട്. അത് അനുബന്ധിച്ച് തന്നെ ഈ വർഷം തന്നെ തിരുവനന്തപുരവും, താങ്കൾ പറഞ്ഞ പോലെ ഞങ്ങൾ കണ്ണൂർക്കാരാണ്. കണ്ണൂർ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഞങ്ങളുടെ ഒരു ജ്വല്ലറി പറ്റി ഈ വർഷം തന്നെ ഞങ്ങൾ നിലവിൽ കണ്ണൂരിൽ വലിയ ഫാക്ടറി ഉണ്ടല്ലേ? നിലവിൽ കണ്ണൂർ വലിയൊരു ഫാക്ടറി ഉണ്ട്. ഒരു 400 അധികം ആൾക്ക് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം അവിടെ ഫാക്ടറി മാത്രം ഞങ്ങൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഓഫീസ് സ്റ്റാഫും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 200 പേരോളം അവിടെ വീണ്ടും ജോലി ചെയ്യുന്നുണ്ട്, ഓഫീസ് സ്റ്റാഫ് കാര്യങ്ങളായിട്ട്. ഇതുകൂടാതെ കണ്ട് ഞങ്ങളിവിടെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ദുബായ് ആണ്. ഞാൻ മനസ്സിലാക്കിയത് 2 കാര്യങ്ങൾ. ഒന്ന് സിറ്റി ഓഫ് ഗോൾഡ്, രണ്ടാമത് ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിന് പറ്റിയ അറ്റ്മോസ്ഫിയർ, ഒരു ഡെസ്റ്റിനേഷൻ, അത് ദുബായ് ആണ്. അത് പല കാര്യങ്ങൾ കൊണ്ട് ദുബായ് മറ്റുള്ള എല്ലാ സ്ഥലത്തേക്കാളും മുന്നിലാണ്. അതുകൊണ്ടാണ് ദുബായിൽ ഒരു ഇൻ്റർനാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് തുടങ്ങാനും ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ GCCയും അതുപോലെ ഫാർ ഈസ്റ്റ്, മലേഷ്യ, സിംഗപ്പൂർ, അതുപോലെ USA, UK ഈ രാഷ്ട്രങ്ങളിലൊക്കെ ഞങ്ങൾ വളരെ പെട്ടെന്ന് ഞങ്ങളുടെ ശൃംഖല വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ബിസിനസ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കേരള ബ്രാൻഡ്, ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇൻ്റർനാഷണലായി മാറുന്നു. അതെ, തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വി വാണ്ട് നോൺ ആസ് ആൻ ഇന്ത്യൻ ബ്രാൻഡ്. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അനിൽ കാമ്പ്രതാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ വിജയഗാഥ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ 4 ബ്രദേഴ്സ് മാത്രമല്ല, നമ്മുടെ 4 പേരുടെയും ജീവിത പങ്കാളികളും അതിൻ്റെ ഒരു നല്ലൊരു ഭാഗമാണ്. അവരുടെ ഒരുമയാണ് ഞങ്ങൾ ഈ പറയുന്ന ഈ ഒരു നല്ലൊരു ഇതിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയൊരു പ്രചോദനം നമുക്ക് നൽകിയിരിക്കുന്നു. താങ്ക് യു. വളരെ കൃത്യമായി ഒരു കുടുംബത്തിൻ്റെ ഐക്യം, ഒപ്പം കഠിനാധ്വാനം, അത് ഒരു വലിയ വിജയചരിത്രം, ഒരു മലയാളിയുടെ വലിയ വിജയഗാഥയാണ് രചിച്ചിരിക്കുന്നത്. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.